ഈ ഭാഗത്ത് വരുന്ന ആൾക്കാര് ഒരു കാരണവശാലും രാമക്കൽമേട് മിസ് ചെയ്യരുത് കേട്ടോ. രാമേശ്വരം ഈ റൂട്ട് ഓക്കെ. ധനുഷ്കോടി ചെന്ന് കടലിൽ നികത്തി സീതയെ ഇങ്ങോട്ട് വീണ്ടെടുത്തൊരു കഥയൊക്കെ അതെ അതുണ്ട് അതെനിക്കറിയാം. ഇവിടെ വന്ന് വഴിവത്തി ഇവിടെ താമസിച്ചെന്നാണ്. നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ. ഫാമിലിനൊക്കെ കൂട്ടിയിട്ട് വരാൻ പറ്റിയ സ്ഥലം. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇറങ്ങാൻ നിൽക്കല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ പോകാൻ പോവാണ്. നമ്മൾ രാമക്കൽമേട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെയാണ് പാർക്കിംഗ്. ഇനി ഇവിടുന്ന് ഒരൊറ്റ പോക്ക് നേരെ ആനക്കുളം. ഓക്കെ ഗൈസ്. ക്ഷീണിച്ചു തുടങ്ങിട്ടോ. രാമക്കൽമേടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലേശം എണ്ണ അടിച്ച് പോകുന്നതായിരിക്കും. പോണ വഴിക്ക് പമ്പ നല്ലുണ്ടല്ലോ, അധികം അടിച്ച് ഓവർഫ്ലോ ഉണ്ട്. നല്ലൊരു 500 rupees അടിച്ച് പോകുന്നതായിരിക്കും. എത്താറായി, കുറച്ച് നേരത്തെ എത്തും കേട്ടോ. നമ്മൾ ആ കുറുവനും കുർത്തിയും കാണാൻ വേണ്ടി ഫൈനലി രാമക്കൽമേട് എത്തി. നമ്മുടെ കണക്ക് കൂട്ടിയപ്പോൾ തന്നെ ഇരുട്ടാവണേക്ക് മുന്നേ എത്തണമെന്നായിരുന്നു നമ്മുടെ ടാർഗറ്റ്. നമ്മൾ ഇരുട്ടാവണേക്ക് മുന്നേ തന്നെ എത്തിയിട്ടോ. അതൊരു സംഭവമായി. ലെറ്റ്സ് ഗോ. ആഗ്രഹം സാധിച്ചു. ടിക്കറ്റ് ഉണ്ടോന്നാവോ. ഇവിടെ ടിക്കറ്റ് എടുക്കണോ? വന്നിട്ട് തരട്ടെ. ഡോണ്ട് മൈൻഡ്, വണ്ടിയിൽ ഞാൻ തരാം. ലോഗ് ചെയ്തോണ്ടിരിക്കാതാ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ. എത്ര ടിക്കറ്റ്? വലിയ ആൾക്കാർക്ക് 25 രൂപ, വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്ക് 15 അല്ലേ. ഞാൻ സത്യത്തിൽ പേഴ്സ് എടുത്തില്ല, ചേട്ടനോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ തിരിച്ചൊന്നും എടുത്തരാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ. ലൈറ്റ് നല്ല രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഹോൺ ബില്ലാണ് കേട്ടോ. അത് കേരളത്തിൻ്റെ ദേശീയ പക്ഷിയാണെന്ന് തോന്നുന്നു, അവനെ കേട്ടിട്ടുണ്ട്. ഓക്കെ, എനിവേസ് എന്തായാലും ഇത് വന്നില്ലെങ്കിൽ മിസ്സായിട്ടോ കേട്ടോ. വന്ന വളരെ നന്നായി. ഞാൻ ലാസ്റ്റ് മൊമെൻറ്റിൽ പ്ലാൻ ചെയ്ത എല്ലാ ട്രിപ്പും പൊളിയാണ്. എന്താ ഓക്കെ, ഓൾറൈറ്റ്. സോ ഇതുവരെ നമുക്ക് വണ്ടി വരും. നമ്മുടെ വണ്ടി ഏതാ കിടക്കണോ? എൻ്റെ ആ റെഡ് സാധനം കാണാമല്ലേ. അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഒരുപാട് സ്ഥലമുണ്ട് ഇരിക്കാനൊക്കെ. നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. സിറ്റി ഒന്നുണ്ട് കണ്ട. മാറാണ്ടോ ഒറ്റയ്ക്ക് മാറാം. ലക്കിലി എത്തിയതാട്ടോ. ഒരു അരമണിക്കൂർ വൈകിട്ടുണ്ടെങ്കിൽ ഇരുട്ടായിട്ടുണ്ടാവും. ഇത്ര നല്ലൊരു വിഷ്വൽ കിട്ടിയിട്ടുണ്ടാവില്ല. ഇതാണ് നമ്മൾ ഇടുക്കി ഡാം പോയപ്പോൾ കണ്ട് കുറവനും കുറച്ചത്. ആ 2 മലയുടെ കൺസെപ്റ്റിൽ ബിൽഡ് ചെയ്തൊരു സ്റ്റാച്ചു ആണ് കേട്ടോ. നമ്മൾ എത്തിയിട്ടോ. വി ആർ അറ്റ് രാമക്കൽമേട്. ഓക്കെ, നൈസാണ്. ഇതാണ് സ്ഥലം. ഇവിടെ നമ്മൾ വരാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇടുക്കി ഡാം പോയപ്പോൾ നമ്മൾ ഇടുക്കി ഡാം മേലെ പോയി കാണാൻ പോയ സമയത്ത് അവർ പറഞ്ഞാണ് ആ 2 ഡാം മറ്റേ നിൽക്കുന്നതിൻ്റെ ഇടത്ത് വശത്തെയും വലത്ത് വശത്തെയും മലനെ കുറവനും കുർത്തി എന്ന് മാത്രം പറയാം. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്കും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ഇവിടെ ഈ സ്റ്റാച്ചു ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും അവിടെ വന്നു. പക്ഷെ നല്ല സ്ഥലം കേട്ടോ, ശരിക്കും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല, നല്ല വ്യൂ ആണ്. അത്യാവശ്യം അങ്ങനെ വീഴാനൊന്നും ചാൻസ് ഒന്നുമില്ല. അവിടെ നടന്നു പോകാനുള്ള വഴി ഇതുവഴി ഇങ്ങനെ സ്റ്റെപ്പ് നടന്നു പോവാം. എങ്ങനെയൊക്കെയാണെന്നറിയില്ല. അപ്പോൾ സെറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് മറ്റേ സ്ഥലം പോകാനുള്ള ടൈം ഉണ്ടാവില്ല. മറ്റേ എന്തായാലും പറയാം, ഏതോ ഒരു സ്ഥലം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും പോകാനുള്ള ടൈമല്ല. നമ്മളിനി ഇവിടെ നേരെ പോകണത് ആനക്കുളത്തേക്കാണ്. ആനക്കുളം പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യുക. രാത്രി മാക്സിമം വെയിറ്റ് ചെയ്താൽ ആനനെ കിട്ടുമെന്ന് വിചാരിക്കാം. നമ്മൾ ഇതിനും നമ്മുടെ ഫ്രണ്ട്സൊക്കെ പോയപ്പോൾ ആന രാത്രിയും വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് എന്തായാലും വണ്ടിയിൽ കിടക്കാമെന്ന് വിചാരിച്ചു.
ഇപ്രാവശ്യം ട്രിപ്പിൽ ഒരു ദിവസം പോലും കാറിൽ ഉറങ്ങിയിട്ടില്ല. ഒന്നാമത് പോണ വഴിക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ ബാക്കിയുള്ള സമയം ക്ഷീണം കാരണം റിസോർട്ടിലും കയ്യിലൊക്കെ താമസിച്ചത്. അപ്പോൾ ഈ ഒരു ട്രിപ്പ് നമ്മൾ വണ്ടി കിടക്കാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഫുഡും കയ്യിലൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് വണ്ടി തന്നെ കിടന്നുറങ്ങാം, ഭക്ഷണം കഴിച്ചിട്ട്. പിന്നെ എനിക്ക് കുളിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, അവിടെ ഫോറസ്റ്റ് സമ്മതിക്കുകയാണെങ്കിൽ ഞാനൊന്ന് കയറി നോക്കട്ടെ. ഇതാണ് എൻ്റെ ബാക്ക് വശം. നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ. ശരിക്കും ഫാമിലിനൊക്കെ കൂട്ടിയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. എഴുതിയിട്ടൊന്നുമില്ല, നല്ല രസമുണ്ട് സ്റ്റാച്ചു കാണാൻ. ഇങ്ങനെ നന്നായി ചെയ്തിട്ടുണ്ട്. ആ ഒരു മറ്റേ ട്രൈബ്സിനെ ഓർമ്മിക്കാനൊക്കെ കോഴി എല്ലാം സെറ്റാണ്. ഈ ഭാഗത്ത് വരുന്ന ആൾക്കാർ ഒരു കാരണവശാലും രാമക്കൽമേട് മിസ് ചെയ്യരുത് കേട്ടോ. ഞാനിത് ഒഴിവാക്കി പോകുന്ന ആളാണ്, പക്ഷേ ഇടുക്കി ഡാമിൻ്റെ സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് ഈ കുറവനെയും കുറുത്തിയുടെയും ഈ സ്റ്റാച്യു കാണാം. കാരണം ഡാമിനെ ഹോൾഡ് ചെയ്തിട്ടുള്ള 2 മല, കുറവനും കുറുത്തിയാന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് പണിതൊരു സ്റ്റാച്യു ആണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് വന്ന് പോകണം. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ. പിന്നെ ആരൊരാളെന്നോട് പറഞ്ഞു, ഇങ്ങനെ ടൈറ്റാനിക്കിലെ ഹീറോ അല്ലേ ജാക്കായിട്ട് റോൾ ചെയ്ത ആ ആൾ ഇവിടെ വന്നിട്ടുണ്ടെന്നും നല്ല സ്ഥലം. എനിക്കറിയില്ല, ജെന്യൂൻ ഇൻഫർമേഷൻ എനിക്കറിയില്ല. ഇങ്ങനെ കേട്ടപ്പോൾ ശരി വന്ന് പാസ് ചെയ്ത് പോകുന്നത്. കാരണം ഞാൻ തേനി കമ്പ റൂട്ടെ ക്യാൻസൽ ചെയ്തിട്ടാണ് ഞാൻ ഇടുക്കി ഡാമിൽ നിന്ന് രാമക്കൽമേട്ടിലേക്ക് വന്നത്. കാരണം ഇരുട്ടാണെങ്കിൽ ഇവൻ എത്ര നല്ല രീതിയിലാണ് വന്നത്, അത് എത്തി കാണാൻ പറ്റി. ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല വ്യൂ ആണ്. വിൻമില്ലിൻ്റെ വ്യൂ ഇവിടെ കാണാം കേട്ടോ, കാണിച്ചില്ല. അതാണ് ആ കാണാനുള്ള വിൻമില്ലാണ്. വിൻമില്ലിന് നല്ലൊരു വ്യൂ ഉണ്ട്. പിന്നെ മുകളിലെ പ്രതിമയൊക്കെ എന്തോ ഒരു പ്രത്യേകത രീതിയിലാണ് അവർ അത് നോക്കി നിൽക്കുന്ന ഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത്. ഒത്തിരി ആൾക്കാർക്ക് അവിടെ നിൽക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. നല്ല വൃത്തിയായിട്ട് അവർ പണിതിട്ടുണ്ട് കേട്ടോ ഈ സ്ഥലം. പിന്നെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ഷെയ്ഡ്സ് ഉണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് വരണ്ട കേട്ടോ, ഉച്ചയ്ക്ക് നല്ല വെയിലാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ നല്ല ടൈമിലാണ് ഇവിടെ എത്തിയത്, അതെനിക്കൊരു ഭാഗ്യമായി. ഇവിടെ എത്തിയത് നല്ല ടൈമിലാണ്. ഇനി ഞാൻ നെക്സ്റ്റ് നേരെ ആനക്കുളത്ത് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നേരെ ആനക്കുളത്തേക്ക് പോകാനാണ് പ്ലാൻ. പോണ വഴിക്ക് എവിടെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ നേരെ ആനക്കുളം പോയിട്ട് അവിടെ നിന്ന് സ്റ്റേ അടിക്കും. ഏതായാലും കുളിച്ചിട്ടില്ല, അപ്പോൾ ആനക്കുളത്തിൽ ഇപ്പഴേക്കാര്യം നമുക്ക് കുളിക്കുകയും ചെയ്യാം. ഇന്നിപ്പോൾ വണ്ടി തന്നെ ആയിരിക്കും കിടന്നുറങ്ങുണ്ടാവുക അവിടെ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഈ സ്ഥലം നിങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യണം. അവിടെ കണ്ടോ നല്ല വെളിച്ചം കാണുന്നുണ്ടോ, തമിഴ്നാടിൻ്റെ ഭാഗത്തൊക്കെ കാണണം കേട്ടോ. സൂപ്പർ കേട്ടോ, നന്നായിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു, അടിപൊളി സ്ഥലമാണ്. പൊന്മുടി മാത്രമേ ഞാൻ പോയതിൽ എനിക്ക് വലിയ ഗുമ്മില്ലാതെ തോന്നിയത്. എന്താണോ ഭയങ്കര ചൂടും വെയിലൊക്കെ ആയിട്ട്. രാമക്കൽമേടിൽ നിന്ന് പോവാം കേട്ടോ. എന്തായാലും ഇരുട്ടായി തുടങ്ങി. ഇനി നേരെ ആനക്കുളം പിടിക്കണം. പോണ വഴിക്ക് ഇവിടെ നമ്മുടെ ചേട്ടന്മാർ നമുക്ക് ടിക്കറ്റ് പിന്നെ തന്നാൽ മതി പറഞ്ഞാൽ ചേട്ടൻ്റെ അടുത്ത് കണ്ടു. അപ്പോൾ പുള്ളി അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യം ചോദിക്കുമായിരുന്നു. ഇവിടുന്ന് ഇനി ആനക്കുളത്തേക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ, കാരണം മറ്റേ സ്ഥലം ഇരുട്ടാവും അല്ലേ. എന്താ പേര് മറ്റേ ചങ്ങാനം എന്ത് ചതുരംഗപ്പാറ പോയിട്ട് കാര്യമില്ല. മണ്ടയ്ക്ക് ഈ വെളിച്ചം കിട്ടില്ലേ, ഇരുട്ടും. അപ്പോൾ പിന്നെ അപ്പോൾ ചതുരംഗപ്പാറ അടുത്ത കൊല്ലത്തേക്ക് വയ്ക്കാം. അപ്പോൾ ഇനി ആനക്കുളത്തേക്ക് തന്നെ പോകണം. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറയുകയാണ്, രാമക്കൽമേട് നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ. ഒഴിവാക്കിയതാണ് ഈ കുറവനും കുറുത്തിൻ്റെ കഥ. നമ്മൾ ഇടുക്കി ഡാം പോയപ്പോൾ അവർ കുറച്ച് കഥ പറഞ്ഞല്ലോ. അപ്പോൾ പുള്ളിയുടെ അറിയുന്ന ഒരു കഥ പുള്ളി പറയാൻ പറഞ്ഞു. ഒന്ന് പറഞ്ഞോ, എന്താ ചേട്ടനാണ് കഥ? ചേട്ടൻ കേട്ടിട്ടില്ല കഥ? ഞാൻ അതിനെപ്പറ്റി പറഞ്ഞതിന് രാമക്കൽമേട് സാറ് വന്നല്ലോ ഇവിടെ. അപ്പോൾ രാമക്കൽമേടിന് പേര് വരാനുള്ള കാര്യമുണ്ട്. അത് അറിയില്ല കേട്ടോ, അത് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. രാമക്കൽമേട് ഈ നാടിന് പേര് വരാനുള്ള കാര്യമുണ്ട്. ഈ രാവണൻ സീതയെ തട്ടിപ്പോയ ഒരു കഥയുണ്ടല്ലോ. അതെ, രാവണൻ സീത അന്വേഷിച്ച് രാമലക്ഷ്മണന്മാർ ഇവിടെ വന്നെന്നാണ് ഐതിഹ്യം പറയുന്നത്. അത് ശരി. അപ്പൊ ആ ഒരു വഴി മറ്റേ ഈ അവിടെ ഒരു കല്ലുണ്ട്, രാമക്കല്ലെന്ന് ഈ നാടിന് പേര്. കല്ലുണ്ടോ അവിടെ? അവിടെ ഒരു കല്ലുണ്ട്. ആ കല്ല് അതിന് 3500 അടി. ആ കല്ലല്ലേ, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മള് കുറച്ച് പിന്നെ കാണിച്ച കല്ല്. അത് തമിഴ്നാട്ടിലായിരിക്കുന്നത്. അത് ശരി. അപ്പൊ അവിടെ അവര് വന്ന് തങ്ങി നിന്നിട്ടാണ് ഐതിഹ്യം പറയുന്നത്. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശ്രീലങ്ക പോകുന്നത് രാമേശ്വരം ഈ റൂട്ട്. ധനുഷ്കോടി ചെന്ന് കടലിൽ നികത്തി സീതയെ ഇങ്ങോട്ട് വീണ്ടെടുത്തൊരു കഥയൊക്കെ. അതെ, അതുണ്ട്. അതെനിക്ക് ഇവിടെ വന്ന് വഴിവത്തി ഇവിടെ താമസിച്ചെന്നാണ് ഐതിഹ്യം. റെസ്റ്റ് എടുത്തു. അതുകൊണ്ടാണ് രാമക്കൽമേട് അതിന്റെ പേര് വരാൻ. ശരി, ആ കല്ലാണ് രാമക്കല്ല്. അപ്പൊ നമ്മുടെ കുഞ്ഞിലെ തൊട്ട് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. കൊള്ളാലോ, നല്ല സ്ഥലം. ഇതല്ല കല്ല്, അതല്ലേ, ഇതാണ് രാമക്കൽ കേട്ടോ. ഓക്കെ. ഇവിടെ ആൾക്കാർ വന്നോണ്ടിരിക്കുമ്പോ ആ കല്ല് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലാണ്. ആൾക്കാർ ഇങ്ങനെ കൂടുതൽ വരാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഗവൺമെന്റ് എന്ന ടൂറിസ്റ്റ് വികസനം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പ്ലാൻ ചെയ്തപ്പോഴത്തേനും അത് തമിഴ്നാട്ടിൽ ഇരിക്കുന്നുണ്ട്, നമുക്ക് അവിടെ പോയി എൻട്രി മേടിക്കാനോ പാസ് മേടിക്കാനോ വികസനങ്ങൾ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വന്നപ്പോഴത്തേനും നമ്മളൊരു കാര്യം ചെയ്തു. ഈ ടൂറിസം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഈ ഒരു സ്ഥലം ഒരു 8-8 ഏക്കർ ഏറ്റെടുത്തു. പ്രൈവറ്റ് ഇങ്ങോട്ട് ഗവൺമെന്റ് എടുത്തു. ഈ ആൾക്കാർ അവിടെ പോകുന്ന ആൾക്കാർ ഇങ്ങോട്ട് ആകർഷിപ്പിക്കണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും വേണമല്ലോ. അങ്ങനെയാണ് നമ്മൾ
ഈ കുറവൻ കുറച്ചിയുടെ പ്രതിമ ഇവിടെ പണിയുന്നത്. ശരി, ഇതൊരു ഐതിഹ്യം. അപ്പൊ ഈ കുറവൻ കുറച്ചിയുടെ പ്രതിമ ഇതിന്റെ കഥ പറയുന്നത് ഇടുക്കി ഡാമിന്റെ കൂടെയാണ്. അതെ അതെ ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ പണിയാൻ കാരണം വെച്ചാൽ നമ്മുടെ ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിപ്പിക്കാൻ വേണ്ടിയാണ് അവർ വന്നുള്ളതാണ് രാമക്കൽ മെട്ട്. ഇതിവിടെ പണിയാൻ കാര്യം ഈ ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ നമ്മളിവിടെ പണിയുന്നത്. അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് പിള്ളേർക്ക് ചെറിയ പാർക്കിംഗ് വലിയ പാർക്ക് വരും, പിന്നെ ഒരു വാച്ച് ടവർ വേണം ആൾക്കാർ കയറി കാണാണ്ട്. അങ്ങനെ ആൾക്കാർ വന്നോണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ കാണാൻ വേണ്ടിയാണ് നമ്മളൊരു എക്കോ പാർക്ക് ആമപ്പാറ എന്ന ഒരു സ്ഥലത്ത് ട്രെക്കിംഗ് ഉണ്ട് ഇവിടെ. അവിടെ അത് തുടങ്ങി നമ്മള് എക്കോ പാർക്ക് തുടങ്ങി. അപ്പൊ അവിടുന്ന് ഇവിടുന്ന് ജീപ്പിനാണ് കൂടെ ആൾക്കാർ പോകുന്നത്, കാറൊന്നും പോയി. ഇപ്പോഴുണ്ട് രാത്രിയില്ല, അത് മുതൽ 5-5:30 വരെ നിൽക്കും. 5:30 കഴിഞ്ഞാൽ പിന്നെ നിർത്തും. അപ്പൊ അത് അവിടെ എല്ലാം കൊണ്ട് കാണിച്ചിട്ട് 1.5 മണിക്കൂർ അവിടെ മുഴുവൻ വിടും. അങ്ങനെ പരിപാടി ഉണ്ട് നമുക്ക്. അപ്പൊ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാമിന്റെ അവിടെ ഈ കുറവൻ കുറത്തി മലയുടെ ഒരു ഐതിഹ്യം അതിന്റെ അകത്തുണ്ട്. നമ്മുടെ കേട്ടുള്ള ഒരു അറിവാണ്, അങ്ങനെയുള്ളതാണ്. കുറവൻ കുറത്തി എന്ന് പറഞ്ഞാൽ ആദിവാസിപ്പെട്ട ഒരു ആൾക്കാരായി താമസിക്കുന്നവരാ. അപ്പൊ പുരാണ കഥയിൽ ഒരു കഥ പറയുന്നുണ്ട്, നമുക്കറിയാവുന്ന കഥയാണ്. അപ്പൊ ശിവൻ പാർവതി അവര് നേരത്തെ ഡാമിന് മുമ്പ് ഇവിടെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുള്ളൂ. അവർ സ്നാനം ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞാൽ കുളിക്കാൻ. അപ്പൊ അവര് കുളിച്ചോണ്ടിരുന്ന സമയത്ത് ഈ കുറവൻ കുറിച്ച് ആദിവാസിപ്പെട്ട ഒരു വനത്തിലുള്ളൂ, അവർ ഈ മീൻ വെട്ടി ഈ വെള്ളത്തിൽ കഴുകി. ഈ കുറവൻ കുർത്തി അങ്ങനെ വരുമ്പം ദേവന്മാർ മീനൊക്കെ അശുദ്ധമാണ്. അവരുടെ സ്നാനം മുടങ്ങി, കുളി നടന്നില്ല. അങ്ങനെ വന്നപ്പോഴത്തേന് അവർ പെട്ടെന്ന് കോപം വന്ന് ഇവർ ശാപിച്ചു, നിങ്ങൾ രണ്ട് മലയായിപ്പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കുറവും മലയും കൊടുത്തു 2 മലകൾ ഉണ്ടാകാൻ. അപ്പൊ അതാണ് അവരുടെ ദേഹത്ത് ഈ വെള്ളം എടുത്താൽ കുടഞ്ഞത്. അപ്പൊ അതാണ് അവരുടെ ദേഹത്ത് ചെതുമ്പലായിട്ടിരിക്കുന്നത്. ചെതുമ്പലായിട്ടിരിക്കുന്നത്. അപ്പൊ ഇവരോട് പറഞ്ഞു വെള്ളം എടുത്ത് കുടഞ്ഞോണ്ട് ആ കഥയ്ക്കകത്ത് പറയുന്നുണ്ട് ഇവർക്ക് ശാപിച്ചപ്പോ ഒരു ശാപമോഷവും കിട്ടുമല്ലോ. അപ്പം ഇനി പിന്നീട് ഈ മലകൾ തമ്മി മനുഷ്യനായിട്ട് ബന്ധിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് ശാപമോക്ഷം കിട്ടുന്ന ഒരു വരവൊക്കെ കൊടുത്തായിരുന്നു. കഥയിലാണ്, നമുക്ക് അറിയില്ല പറ്റി. ഈ കഥ ഡാം കെട്ടാൻ മുന്നുള്ളതാണ്. ഡാം വരുന്നത് ഈ 1960. പക്ഷെ പണ്ടേ കഥ ഉണ്ട്, നിങ്ങൾ ബന്ധിക്കുന്നത് പണ്ടേ ഉള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ അടിപൊളി കഥ. ഈ ഡാം കെട്ടാൻ വേണ്ടി സൈറ്റ് കാണിച്ചു കൊടുത്ത ഒരാളുണ്ട്, ഞാൻ കണ്ടു, ഒരു പ്രതിമ കണ്ടു, കൊലുമ്പൻ. അപ്പൊ ഇതേ അർത്ഥത്തിൽ കുറവൻ കൊടുത്തിയാണ് ഇത്. കൊലുമ്പന്റെ പ്രതിമ അവിടെയാ ഉള്ളത്. കണ്ടു, ഞാൻ കണ്ടിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ കഥ നിൽക്കുന്നത്. അടിപൊളി കഥ കേട്ടോ. താങ്ക് യു കേട്ടോ, പറഞ്ഞതിന് ഒരുപാട് നന്ദി. ഇത് ഒരുപാട് പേര് കാണും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞായിട്ട് ഇരുന്നില്ല. അതെന്താ കുഴപ്പമില്ല ചേട്ടാ, കാണിച്ചു. എല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ ആനക്കുളത്തിൽ റൂട്ട് ഇട്ടിട്ടുണ്ട്. 9:46 ആകുമ്പോഴേക്ക് നമ്മൾ ആനക്കുളം പിടിക്കും. ഓക്കെ, സോ ഞാനൊരു വിഷ്വൽ പുറത്തുനിന്നെടുത്ത് കാണിച്ചു തരാം. നല്ല രസമുണ്ട്, ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. നമ്മൾ വണ്ടിയിൽ ഇങ്ങനൊരു ലോങ് ട്രിപ്പ് പോകാന്ന് പറയുമ്പോഴേ രാത്രി ആരുമില്ല, ഒറ്റയ്ക്ക് വണ്ടി റെഡിയാണ്. കുറച്ച് വെറുതെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇറങ്ങാൻ നിൽക്കല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ പോകാൻ പോവാണ്. നമ്മൾ രാമക്കൽമേട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെയാണ് പാർക്കിംഗ്. ഇനി ഇവിടുന്ന് ഒറ്റ പോക്ക് നേരെ ആനക്കുളം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ രാമക്കൽമേടൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു. അടിപൊളി സ്ഥലമാണ്, ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും എവിടെയും പോകാനില്ല, ഇരുട്ടായി കേട്ടോ. അവിടെ നേരെ ആനക്കുളം തന്നെയാണ്. ആനക്കുളത്തേക്ക് പോവുക, അവിടെ സ്റ്റേ അടിക്കുക, ആനേനെ കാണുക, പറ്റുകയാണെങ്കിൽ കുളിക്കുന്നുണ്ട് കേട്ടോ, സമ്മതിക്കുകയാണെങ്കിൽ. അത് വലിയ ഏരിയ അല്ലേ, നമുക്ക് ഇപ്പുറത്തെ കാര്യത്തിൽ കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കുകയും ചെയ്യും. നാളെ രാവിലെ അവിടെ തന്നെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നണത്. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ വെച്ചിട്ട്. ഈ പൊടിയിലെ കാപ്പി പലർക്കും ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നാടനാകണ്ടേ, പ്രത്യേക രസം. നമ്മളെ ഇവിടുന്ന് ആ വിൻമില്ലിൻ്റെ റിസോർട്ടൊക്കെ കണ്ടിട്ട് ഇറങ്ങിയതാട്ടോ. വഴി തെറ്റി അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നതാണ്. ഇവരിങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി ഇരിക്കുന്ന ഊഞ്ഞാലിടാ, ഊഞ്ഞാലൊക്കെ വെച്ച് കളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വണ്ടിയൊക്കെ നിർത്തി വഴി തെറ്റിയപ്പോൾ ഇങ്ങനെ ഇവരെ കണ്ടാണ് സംശയം. ഇപ്പോൾ 1/2 മണിക്കൂർ ഉണ്ടാവും അല്ലേ. ഞങ്ങൾ വണ്ടിക്കഥയൊക്കെ പറഞ്ഞ്